എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ നമുക്ക് അളവ് ബ്ലൗസ് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് എഴുതിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അളവ് ബ്ലൗസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം ബ്ലൗസായാലും ഏത് അളവ് തന്ന ബ്ലൗസായാലും നമ്മൾ അളവ് എടുക്കുന്നതിന് മുൻപ് അത് ചുളുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. കാരണം അതിലെ മടക്കുകൾ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അളവെടുക്കാൻ പറ്റില്ല. കൃത്യമായ അളവ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത് വെച്ച് തയ്ക്കണ ബ്ലൗസ് വലിയ വ്യത്യാസമായിട്ട് കാണിക്കും. അപ്പം ഞാൻ ഒരു അളവ് ബ്ലൗസ് എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അളവുകൾ എടുക്കാം. ആദ്യം തന്നെ നമ്മൾ ലെങ്ത്താണ് മാർക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ പുറകുവശത്തെ ലെങ്ത്താണ് നമ്മൾ ബ്ലൗസിൻ്റെ ലെങ്ത്തായിട്ട് എടുക്കുക. ഇതുപോലെ കൃത്യമായിട്ട് ബാക്ക് വശം ഇട്ടിട്ട് മുകളിലത്തെ ഷോൾഡർ ജോയിൻ ചെയ്ത് അതേ ആ ലൈനിൽ നമ്മൾ ടേപ്പ് പിടിക്കണം. ഇവിടെ മടക്ക ചുളിവൊന്നും ഇല്ലാണ്ട് വേണം ശ്രദ്ധിക്കാനായിട്ട്. അവിടെ നിന്ന് പിടിച്ച് ഏറ്റവും താഴെ വരെ ഇതുപോലെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ എനിക്കിവിടെ 13.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് 13.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് നമ്മൾ വേറെ ചേർക്കണം. അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഏതൊക്കെ മെഷർമെൻറ്റിലാണ് തയ്യൽ തുമ്പ് ചേർക്കേണ്ടത്, ഏതിൽ ചേർക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ബോഡി ലൂസാണ് വേണ്ടത്. ബോഡി ലൂസ് എടുക്കുമ്പോഴുള്ള പലർക്കും കൺഫ്യൂഷൻ വരും. ബോഡി ലൂസ് ഒരിക്കലും ഇതുപോലെ ഓരോ വശം വലിച്ച് പിടിച്ച് നമ്മൾ ലൂസ് അളന്നെടുക്കരുത്. ഇതുപോലെ വലിച്ച് പിടിച്ച് അളന്നെടുക്കരുത്. അപ്പോൾ നെക്ക് വിഡ്ത്ത് അനുസരിച്ച് അത് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ ബോഡി ലൂസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഹുക്ക് ഇട്ടതിന് ശേഷം വേണം നമുക്ക് ബോഡി ലൂസ് എടുക്കാനായിട്ട്. എല്ലാ ഹുക്കുകളും ഇതുപോലെ കൃത്യമായിട്ട് ഇട്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് ബോഡി ലൂസ് അളവെടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഓരോ വശം വലിച്ചു പിടിച്ച് അളവെടുത്ത് കഴിഞ്ഞാൽ ബോഡി ലൂസ് നമുക്ക് ഉള്ളതിനേക്കാളും അധികമായിരിക്കും കിട്ടുക. അത് വെച്ച് നമ്മൾ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൂസായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഹുക്കൊക്കെ ഇട്ടതിന് ശേഷം പുറകുവശം മുകളിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു സൈഡ് കൈക്കുഴിയുടെ ഭാഗത്ത് ആ ജോയിനിങ്ങിൽ ടേപ്പ് പിടിക്കാം. അതിനുശേഷം ഈ അറ്റത്തേക്ക് വലിക്കാം. ഈ അറ്റത്ത് നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ അവിടെ നോക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ഭാഗം ചിലപ്പോൾ കുറവാണെങ്കിൽ ആ സ്റ്റിച്ചിലേക്ക് കറക്റ്റ് പകുതിയായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് അത് നമ്മൾ നോക്കണ്ട. ഈ സൈഡിലേക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ നേരെ പകുതിയാക്കി ഇങ്ങനെ എടുത്തിട്ട് ഈ സൈഡ് അറ്റം വരെ ഇതുപോലെ വലിച്ചു പിടിക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് 17.4 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബോഡി ലൂസിൻ്റെ പകുതിയാണത്. അപ്പോൾ 34.5 ഇഞ്ചാണ് എനിക്ക് ബോഡി ലൂസ് ടോട്ടലായിട്ട് കിട്ടുക. അപ്പോൾ അതിൻ്റെ 4/1 വേണം നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യാനായിട്ട്. പ്ലസ് തയ്യൽ തുമ്പ് വേറെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് ബോട്ടം ലൂസ് അളന്നെടുക്കാം. അത് ഇതുപോലെ തന്നെ ഹുക്കിട്ടതിന് ശേഷം ഇതേപോലെ നമ്മൾ ഒരറ്റത്തുനിന്ന് ടേപ്പ് പിടിച്ച് ജോയിൻറ്റ് കറക്റ്റാക്കി വെച്ച് ഒരു സൈഡിൽ നിന്ന് ടേപ്പ് പിടിച്ച് വലിച്ച് പിടിച്ച് നമുക്ക് ഈ അറ്റം വരെ അളന്നെടുക്കാം. 13.5 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബോട്ടം ലൂസ് നമുക്ക് അതിൻ്റെ ഇരട്ടി 27 ഇഞ്ചാണ് ബോട്ടം ലൂസ് എടുക്കേണ്ടത്. അപ്പോൾ 27ൻ്റെ 4/1 നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സ്ലീവ് ലെങ്ത്ത് അളന്നെടുക്കാം. സ്ലീവ് ലെങ്ത്ത് അളന്നെടുക്കുമ്പോൾ ആർക്കും വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. നമുക്ക് കൃത്യമായിട്ട് അളന്നെടുക്കാവുന്ന അളവാണത്. അതായത് ഷോൾഡർ ജോയിൻ ചെയ്ത ആ ലൈനിൽ നിന്ന് സ്ലീവിൻ്റെ ഓപ്പണിംഗ് വരെ ഇതുപോലെ സ്ലീവ് വലിച്ച് പിടിച്ച് നമുക്ക് അളന്നെടുക്കാം. 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടുത്തെ ലൂസും സ്ലീവിൻ്റെ ഓപ്പണിങ്ങിന് ലൂസുമാണ് വേണ്ടത്. അത് കൃത്യമായിട്ട് നമ്മൾ ആ കഷ്ടത്തിൻ്റെ അവിടെ യോജിപ്പിച്ച ലൈനിൽ നിന്ന് നേരെ മുകളിലേക്കുള്ള ലൂസാണ് നമുക്ക് എടുക്കേണ്ടത്. അത് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കൈയൊന്ന് മറിച്ചിട്ടെടുക്കാം. മറിച്ചതിന് ശേഷം നമുക്ക് ഓപ്പണിങ് ലൂസ് ആദ്യം തന്നെ മെഷർ ചെയ്യാം. അത് ആ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് അറ്റം വരെ നമുക്ക് അളന്നെടുക്കുമ്പോൾ 5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ആ ഭാഗത്തെ ലൂസും കൂടി നമുക്ക് അളന്നെടുക്കാം. അത് ഇതുപോലെ നിർത്തിയിട്ട് ആ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ കറക്റ്റ് പിടിച്ചിട്ട് കഷ്ടത്തിൽ ആ ജോയിനിങ് ഇല്ല, ആ ജോയിനിങ്ങിന് തുടങ്ങി മുകളിലേക്ക് വേണം നമുക്ക് അളവെടുക്കാനായിട്ട്. ഇവിടെ 6.25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അത് എഴുതി വയ്ക്കാം. ഇനി ഷോൾഡർ ആംഹോളൊക്കെ അളക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ബ്ലൗസ് ഒന്ന് മടക്കിയതിന് ശേഷം ഇതുപോലെ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കാം. ബാക്ക് ഭാഗത്ത് 2 ജോയിൻറ്റുകളും ഒപ്പാക്കി വെച്ചിട്ട് വേണം നേരെ പകുതിയായിട്ട് മടക്കിയിടണം.
നമുക്കൊരു സ്കെയിലെടുത്ത് ഇതേപോലെ ഒന്ന് അടിഭാഗം ടച്ച് ചെയ്ത് എല്ലാവരുടെയും ടച്ച് ചെയ്ത് വരത്തക്ക രീതിയിൽ സ്കെയിൽ വയ്ക്കാം. സ്കെയിലില്ലെങ്കിൽ നമുക്കൊരു ലൈൻ വരച്ച് വെച്ചാലും മതി. ആ ലൈനുമ്പോൾ ടച്ച് ചെയ്ത് നിർത്തിയാൽ മതി. ഇനി വേറൊരു സ്കെയിൽ വെച്ച് നേരെ മുകളിലേക്ക് ഇതുപോലെ ബ്ലൗസിൻ്റെ മടക്ക് വശം ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം ഈ സ്കെയിൽ വെക്കാനായിട്ട്. അങ്ങനെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് ഷോൾഡറൊക്കെ അളവെടുക്കാനായിട്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് ആദ്യം അളവെടുക്കാം. നമ്മൾ ആ സ്കെയിലില്ലേ, ആ സ്കെയിലിൻ്റെ അറ്റത്തു നിന്ന് നമ്മളുടെ ഈ നെക്കിൻ്റെ അറ്റം വരെ ഇതുപോലെ പിടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് 2.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കണം. പക്ഷേ നെക്ക് വിഡ്ത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് തയ്യൽ തുമ്പ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നെക്കിൻ്റെ തയ്യൽ തുമ്പായിട്ട് 4 ഇഞ്ചാണ് സാധാരണ നമ്മൾ അടിക്കുക. ആ 4 ഇഞ്ച് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ആ നെക്ക് വിഡ്ത്തിൽ നിന്ന് കുറച്ചിട്ട് വേണം നമുക്ക് പുതിയ തുണി മാർക്ക് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2.5 മൈനസ് തയ്യൽ തുമ്പെന്ന് എഴുതി വെക്കണം. നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ നെക്ക് ആ സ്കെയിലിൻ്റെ അവിടെ നിന്ന് കൈയും ഷോൾഡറും തമ്മിൽ യോജിപ്പിച്ച് ആ പോയിൻ്റ് വരെയാണ് നമ്മൾ അളവെടുക്കുക. അവിടം വരെ വെച്ചിട്ടാണ് നമ്മൾ അളന്നെടുക്കണേ. അപ്പോൾ നമുക്ക് ഇവിടെ എനിക്ക് 5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എഴുതി വയ്ക്കാം. 5 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആയിട്ട് വേണം എഴുതി വയ്ക്കാനായിട്ട്. ഇനി ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് അറിയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ സ്കെയിലിൻ്റെ അവിടെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് പിടിച്ച് നമുക്ക് വേണമെങ്കിൽ ലെങ്ത്ത് പിടിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ ലെങ്ത്തിന് നമ്മുടെ കഴുത്തിൻ്റെ കഴിഞ്ഞിട്ടുള്ള ബാക്കി വശമല്ലേ, ആ മടക്കിൽ ഇതുപോലെ കറക്റ്റാക്കി ടേപ്പ് പിടിച്ചിട്ട് അടി വരെ നോക്കുമ്പോൾ 6.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 6.5 ഇഞ്ച് 13.5 ഇഞ്ചിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് 7 ഇഞ്ചാണ് ബാക്ക് നെക്ക് ലെങ്ത്ത് നമുക്ക് എത്രയാണ് കിട്ടുന്നത് കൂടെ നമുക്ക് 4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പായിട്ട് ചേർത്താൽ മതി. നമുക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 ഇഞ്ച് ഇപ്പോൾ കിട്ടിയല്ലോ, അതിൽ പ്ലസ് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻറ്റിൻ്റെ തയ്യൽ തുമ്പ് ചേർക്കുന്നു. അപ്പോൾ 7.5 ഇഞ്ച് കിട്ടും. അതിൽ കൂടെ നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യണേ. ആ 4 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ വീണ്ടും നമുക്ക് 7.25 ഇഞ്ചാണ് കിട്ടിയത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കിട്ടിയ 7 ഇഞ്ച് കൂടെ 4 ഇഞ്ച് കൂടി ചേർത്താൽ മതി എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ആം ഹോൾ എത്രയാണെന്ന് നോക്കാം. അതിന് ഇതുപോലെ തന്നെ നേരത്തെ സ്കെയിൽ വെച്ച പോലെ തന്നെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം സ്ലീവിൻ്റെ ഭാഗം ഉണ്ടല്ലോ, കഷ്ടം ഭാഗം ഇതുപോലെ മുകളിലേക്ക് ആക്കി വെക്കണം. ഇനി നമുക്ക് ഷോൾഡർ ജോയിനിങ്ങിൻ്റെ അവിടെ നിന്ന് ടേപ്പ് നേരെ താഴോട്ട് പിടിച്ച് നമ്മുടെ സ്ലീവിൻ്റെ കഷ്ടത്തിൻ്റെ ഭാഗം ജോയിനിങ് സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ചിൻ്റെ അവിടേക്ക് നേരെ ഇതുപോലെ മടക്കി പിടിച്ചാൽ നമുക്ക് എത്ര കിട്ടും നോക്കാം. നമുക്കിവിടെ 5.5 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 5.5 ഇഞ്ച് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. കാരണം അതിൽ തയ്യൽ തുമ്പ് ചേർക്കേണ്ട. ഷോൾഡർ ജോയിനിങ്ങിനും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരും. അതുപോലെ തന്നെ നമ്മൾ സ്ലീവ് അടിയിൽ കഷ്ടത്തിൻ്റെ ഭാഗത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്നതുകൊണ്ട് നമുക്ക് ആ 5.5 ഇഞ്ച് തന്നെ നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആം റൗണ്ട് എത്രയാണെന്ന് ഇതുപോലെ ആ സ്ലീവ് ജോയിൻ ചെയ്ത് ആ ലൈനിൽ കൂടെ ടേപ്പ് പിടിച്ച് അതും കൂടി നമുക്കൊന്ന് അളന്ന് എഴുതി വയ്ക്കാം. ഇവിടെ 8 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ തുണിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആം റൗണ്ട് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആം ഹോളിൻ്റെ കർവ് വരയ്ക്കുമല്ലോ, അത് എത്ര ഇഞ്ചിലാണ് വരയ്ക്കാമെന്ന് നോക്കാം. നേരത്തെ ആം ഹോൾ എടുത്തപ്പോൾ ഞാൻ മറന്നുപോയി. ഇപ്പം അതുപോലെ തന്നെ ആം ഹോൾ എങ്ങനെ നമ്മൾ മെഷർ ചെയ്ത പോലെ തന്നെ ടേപ്പ് പിടിച്ച് ഇനി ആ ഒരു ടേപ്പ് ഇങ്ങനെ മടക്കി പിടിച്ചിട്ടുണ്ടല്ലോ, ആ പോയിൻ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വരയ്ക്കാം. ഇനി അതിന് ശേഷം നമ്മുടെ ഈ സ്റ്റിച്ചിങ് വരെ സ്ലീവ് ജോയിൻ ചെയ്ത സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് വരെ എത്ര ഇഞ്ചാണെന്ന് നോക്കാം. അപ്പോൾ 1.5 ഇഞ്ചാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആം ഹോൾ വരയ്ക്കണ അവിടെ നിന്ന് നമുക്ക് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്ന അളവാണ് 1.5 ഇഞ്ച്. അതിലൊന്നും നമ്മൾ തയ്യൽ തുമ്പ് ചേർക്കേണ്ട കാര്യമില്ല. 1.5 ഇഞ്ച് തന്നെ നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്യാം. ആം ഹോളിൻ്റെ ഭാഗത്ത് 2 സൈഡിലും തയ്യൽ തുമ്പ് വരുന്നതുകൊണ്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പം നമ്മുടെ അളവുകൾ മാത്രം മാർക്ക് ചെയ്താൽ മതി, തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് അളവുകൾ എടുക്കാം. അതിനുവേണ്ടി ബ്ലൗസ് ഇതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം ഫ്രണ്ട് നെക്ക് അളവെടുക്കാം. അതിന് ഇതുപോലെ തന്നെ ഹുക്കുകളൊക്കെ കൃത്യമായിട്ട് ഇട്ടതിന് ശേഷം വേണം നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ നെക്ക് വിട്ട് നമ്മൾ എടുത്തിട്ടല്ലോ, അപ്പോൾ ആ വിട്ടിൽ തന്നെ കറക്റ്റ് നെക്ക് ഇടുക. അതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ ജോയിൻ്റെ അവിടെ നിന്ന് കറക്റ്റാക്കി പിടിച്ച് നെക്ക് വരെ ഇതുപോലെ കറക്റ്റാക്കി ഇട്ടതിന് ശേഷം നമ്മുടെ ഹുക്ക് വെച്ച ഭാഗത്ത് അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് ഇതുപോലെ
ടേപ്പ് പിടിച്ച് നോക്കിയപ്പോൾ 5.5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്തായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ 4 ഇഞ്ച് കൂടെ ചേർത്തിട്ട് വേണം 5.25 ഇഞ്ചാണ് നെക്ക് ലെങ്ത്തായിട്ട് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മെയിൻ ടക്കിലേക്കുള്ള ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഹുക്കൊക്കെ അഴിച്ചതിന് ശേഷം നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗം തുടങ്ങി ഈ മെയിൻ ടക്കിൻ്റെ ആ പോയിൻ്റ് വരെയാണ് നമ്മൾ അളവെടുക്കേണ്ടത്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ അയൺ ചെയ്തിട്ട് ആ പോയിൻ്റൊക്കെ മടങ്ങിയിരിക്കുന്നുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മോശം വശം ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മുടെ ടക്ക് സ്റ്റിച്ച് ചെയ്ത ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻറ്റിലേക്ക് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത സ്റ്റിച്ച് ചെയ്ത ലൈനിൽ നിന്ന് താഴേക്ക് ഈ പോയിൻറ്റിലേക്ക് ഇതുപോലെ വലിച്ചു പിടിച്ച് നമുക്ക് മെയിൻ ടക്കിലേക്കുള്ള ലെങ്ത്ത് കണ്ടുപിടിക്കാം. ഇവിടെ 9.25 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തയ്യൽ തുമ്പും കൂടി ചേർത്ത് 9.25 ഇഞ്ചാണ് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ടക്കിൻ്റെ വിഡ്ത്ത് അറിയണം, മെയിൻ ടക്കുകൾ തമ്മിലുള്ള വിഡ്ത്ത് അറിയണം. അതിന് വീണ്ടും ഈ ഹുക്ക് ഇട്ടതിന് ശേഷം വേണം നമുക്ക് 2 ടക്കുകൾ തമ്മിലുള്ള വ്യത്യാസം അറിയാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഹുക്കുകളൊക്കെ ഇട്ടതിന് ശേഷം ഈ 2 ടക്ക് പോയിൻറ്റുകളും കൂടി പിടിച്ച് നമുക്ക് അതിൻ്റെ ടേപ്പ് പിടിച്ച് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഒരുപാട് വലിക്കണ്ട, വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹുക്കിൻ്റെ അവിടെ ആ ഹോളിൻ്റെ അവിടെ ഭയങ്കര വൈഡായിട്ട് വരും. അപ്പോൾ നമുക്കിതുപോലെ വൃത്തിയായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് അളവ് എടുക്കാം. അപ്പോൾ 6.5 ഇഞ്ച് ആണ് എനിക്ക് 2 ടക്കുകൾ തമ്മിലുള്ള അളവ് കിട്ടിക്കണം. അപ്പോൾ അതിൻ്റെ പകുതി 3.25 ഇഞ്ചും പിന്നെ നമ്മുടെ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തുള്ള ആ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് വേണം. നമ്മൾ 1/2 ഇഞ്ചാണ് ആ ഓപ്പണിങ്ങിൽ തയ്യൽ തുമ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കൂടി ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ 1/4 ഇഞ്ചാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം ടക്ക് വിടുത്ത് അടയാളപ്പെടുത്താനായിട്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിങ് വരെയുള്ള ലെങ്ത്ത് നമുക്ക് എത്രയാണെന്ന് അറിയണം. അതിന് ഇതേപോലെ തന്നെ ഷോൾഡർ ജോയിനിങ്ങിൽ നിന്ന് ടേപ്പ് പിടിച്ചതിന് ശേഷം കട്ടിങ് ജോയിൻ ചെയ്യുന്നുണ്ട അവിടുത്തെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഇവിടെ 11.25 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 11.25 ഇഞ്ച് കൂടെ 1 ഇഞ്ച് കൂടി ചേർക്കണം. കാരണം നമ്മൾ കട്ടിങ്ങുമായിട്ട് ജോയിൻ ചെയ്യണോടത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്, ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യണോടത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയ ലെങ്ത്തിൽ കൂടെ 1 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഷോൾഡർ തുടങ്ങി കട്ടിങ് വരെയുള്ള ലെങ്ത്തായിട്ട് നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് മെയിൻ ടക്കിൻ്റെ വിഡ്ത്താണ് അറിയേണ്ട അളവ്. മറ്റ് 2 ടക്കുകളും നമുക്ക് 4 ഇഞ്ച് വീതമാണ് അളവിലാണ് നമ്മൾ 2 സൈഡിലും എടുക്കാറുള്ളത്. മെയിൻ ടക്കിൻ്റെ അളവ് എടുക്കാനായിട്ട് നമ്മൾ കട്ടിങ്ങും ടക്കുമായിട്ടും യോജിപ്പിച്ച ആ ഒരു പോയിൻ്റ് ഇല്ലേ, ആ പോയിൻ്റ് മുതൽ ഇപ്പുറത്ത് ടക്കിൻ്റെ മടക്കുണ്ടല്ലോ ആ മടക്ക് വരെ ഇതുപോലെ പിടിച്ച് വെച്ചിട്ട് നമുക്ക് ടേപ്പ് പൊടിച്ച് നോക്കുമ്പോൾ 1.25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ടേപ്പ് വെച്ച് അളക്കുമ്പോൾ 1.25 ഇഞ്ചിൽ ടക്കാണ് ഞാൻ ഇട്ടക്കുന്നത്. അപ്പോൾ ആ 1.25 ഇഞ്ച് ടക്കിൻ്റെ വിട്ടായിട്ട് മാർക്ക് ചെയ്ത് എഴുതിയിട്ടിരിക്കണം. ഇനി നമുക്ക് കട്ടിങ് വെക്കുന്നതിൻ്റെ അളവുകൾ ഒന്ന് അളന്നെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബ്ലൗസ് ഇതുപോലെ മറച്ചിട്ടതിന് ശേഷം കട്ടിങ്ങിൻ്റെ നീളവും വീതിയൊക്കെ നമുക്കിതുപോലെ അളന്നെടുക്കാം. കട്ടിങ്ങിൻ്റെ നീളം അളന്നെടുക്കുമ്പോൾ ഈ മുകൾ ഭാഗത്തുള്ള നീളം വേണം നമുക്ക് അളന്നെടുക്കാൻ. അപ്പോൾ തയ്യൽ തുമ്പടക്കം ഇവിടെ അളന്ന് നോക്കുമ്പോൾ 8 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. പ്ലസ് അതിൽ കൂടെ നമ്മൾ ഹുക്ക് വയ്ക്കുന്ന ഭാഗത്ത് തയ്യൽ തുമ്പ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ചേർത്ത് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കട്ടിങ്ങിൻ്റെ വീതി ഒന്ന് നോക്കാം. 3 സ്ഥലത്ത് ഓപ്പണിംഗ് ഭാഗത്തെ വീതി 3.25 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ടക്കിൻ്റെ അടിഭാഗത്തുള്ള വീതി 2.25 ഇഞ്ചും ഏറ്റത്ത് 3 ഇഞ്ചുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡിലത്തെ തയ്യൽ തുമ്പ് അടക്കമാണ് നമ്മളിത് ഇപ്പോൾ അളന്നേക്കുന്നത്. അപ്പോൾ ഏറ്റവും അടിഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് വേണം ഫ്രണ്ട് ഭാഗത്തെ പട്ടയ്ക്ക് വേണ്ടി തുണി കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ വൃത്തിയായിട്ട് അളവെടുത്ത് തയ്ക്കുകയാണെങ്കിൽ അളവ് ബ്ലൗസിൻ്റെ പോലെ തന്നെ നമുക്ക് വേറെ ബ്ലൗസ് തയ്ക്കാൻ പറ്റും. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഏതൊക്കെ അളവിലാണ് തയ്യൽ തുമ്പ് ചേർക്കേണ്ടത്, ഏതൊക്കെ അളവിൽ തയ്യൽ തുമ്പ് ചേർക്കാത്തതൊക്കെ പ്രത്യേകം എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.